നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ആണ്. അതായത് സിനിമാ പ്രൊമോഷനിടെ കുട്ടികളെ കാണാതായ സംഭവം. അതിനിടയിൽ തമാശ കളിച്ച ചില പയ്യന്മാരെ ആങ്കർ രഞ്ജിനി ഹരിദാസ് വഴക്ക് പറഞ്ഞ സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി രഞ്ജിനി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് രഞ്ജിനി പറയുന്നതെന്ന് നോക്കാം. അന്ന് അവിടെ 1,00,000-ലധികം ആളുകളുണ്ടായിരുന്നു. 6:30-ക്കായിരുന്നു പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. ഹോട്ടലിൽ നിന്ന് താൻ 6 മണിക്ക് ഇറങ്ങി. 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. പക്ഷെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. 7:30-ആയി സ്റ്റേജിൽ കയറുമ്പോൾ. സോറി പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. ഷോ തുടങ്ങിയപ്പോൾ കുറേ കുട്ടികളെ കാണാതായി. 10-20 കുട്ടികളെ കാണാതായിട്ടുണ്ട്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ പേരുകൾ സ്റ്റേജിൽ അനൗൺസ് ചെയ്തു. ഇതിനിടെ പെട്ടെന്നൊരു ചെക്കൻ ആ കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല, അറ്റൻഷന് വേണ്ടി ചെയ്തതാണ്. അവൻ്റെ കൂട്ടുകാരൻ പെൺകുട്ടിയെ പോലെ ദുപ്പട്ടയിട്ട് നിൽക്കുകയായിരുന്നു. ഗൗരവമുള്ളൊരു വിഷയത്തെ തമാശയാക്കി. അതോടെ എനിക്ക് ദേഷ്യം വന്നു. എന്ത് ബോറാണെന്ന് ഞാൻ ചോദിച്ചു. ഇതേ സംഭവം തന്നെയാണ് പിന്നീട് ടൊവിനോയും സ്റ്റേജിലുണ്ടായിരുന്നപ്പോൾ നടന്നത്. ടൊവിനോയ്ക്കും ദേഷ്യം വന്നു. പക്ഷേ ടൊവിനോ എന്നെക്കാളും ശാന്തമായി കൈകാര്യം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം വന്നിരുന്നു. എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം, ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് സ്വന്തം മക്കളെ നഷ്ടമാകുന്നത്? 5, 6, 7 വയസ്സുള്ള കുട്ടികളാണ്. അത്രയും ഉത്തരവാദിത്തമില്ലാത്ത രക്ഷിതാക്കളാണോ നിങ്ങൾ? എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത്? കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കാവുന്നതാണ് എന്നാണ് രഞ്ജിനി പ്രതികരിച്ചിരിക്കുന്നത്. കാണാതായ കുട്ടികളുടെ പേര് വിളിച്ചു പറയുമ്പോൾ മോശം കമന്റ് പറഞ്ഞ യുവാക്കളോട് രഞ്ജിനി കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. നിന്റെ അമ്മയാണെങ്കിൽ നീ പറയുവോടാ ഇങ്ങനെ? എന്തുവാടേ, എന്ത് ബോറാണ്? ഒരാളെ കാണില്ലെന്ന് പറയുമ്പോഴാണ് തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേർ ചാമ്പോ കിടന്ന് ചിരിക്കും. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോൾ ഇടയ്ക്കൊരെണ്ണം. നിന്റെ മുഖം ഞാൻ മറക്കില്ല എന്നായിരുന്നു രഞ്ജിനി അന്ന് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്തായാലും ആ വീഡിയോയ്ക്ക് ഒരു വിശദീകരണമാണ് ഇപ്പോൾ രഞ്ജിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ വൈറലായതോടെ രഞ്ജിനിയെ പ്രശംസിച്ച് നിരവധി പേർ എത്തി. ഗൗരവമേറിയ കാര്യം പറയുമ്പോഴും പരിഹാസത്തോടെ മറുപടി നൽകിയ യുവാക്കളെ വിമർശിച്ച രഞ്ജിനിക്ക് വലിയ രീതിയിലുള്ള അഭിനന്ദനം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കമന്റുകളിലൊക്കെ നിറയുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.